ഹലോ എവരിവൺ, എല്ലാവർക്കും ഈ ഫ്രേസൽ വേർബ്സ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കുറേ നാളായിട്ട് പറയുന്നു. അപ്പോൾ അതിനു വേണ്ടി ഒരു അടിപൊളി വീഡിയോ ഫ്രേസൽ വേർബ്സിന്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വേർബ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ കുറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറേ പേര് പറഞ്ഞു, സാർ ഇനിയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ട്രാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഫ്രേസൽ വേർബ്സിന്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് കാണണം. എന്നിട്ട് വേണം നിങ്ങൾ ഇത് കാണാൻ. ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രേസൽ വേർബ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യം ഗ്യാരണ്ടി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടാതെ പ്ലേലിസ്റ്റിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ബുദ്ധിമുട്ടില്ലല്ലോ? ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ചോദ്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾ മറ്റേ വീഡിയോ കണ്ടവരാണ്, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയയിൽ ഇതിന്റെ മിക്ക 90% നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്യാം, ഇപ്പൊ തന്നെ വീഡിയോ പോസ് ചെയ്യാം, ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിഷയമുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിലിട്ട് പ്രാക്ടീസിന് വേണ്ടി കമന്റ് ബോക്സിൽ എന്നിട്ട് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വരെ എപ്പോഴും ഇങ്ങനെയായിരിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വേർബ്സ്. ഫ്രേസൽ വേർബ്സ് എപ്പോഴും ഒരു പെട്ടിയിൽ വല്ലതും കൊടുക്കും, നിങ്ങൾ എടുത്തിട്ടാൽ മതി, അല്ലാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൽ കൊണ്ട് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല, എടുത്തും കൊണ്ടാം. ചോദ്യം വായിക്കാം. വൈൽ ഡോക്ടർ ക്രോണിൻ വാസ് വാക്കിംഗ് ഓൺ ദ ഡെക്ക് ഹി ഡാഷ് എ യങ് മാൻ. കണ്ടു എന്നായിരിക്കും അല്ലെ? ഹി കണ്ടു. എന്തിനാണ്? ടേൺഡ് അവേ അല്ല, കെയിം അക്രോസ് ആവാം. വെൻ ത്രൂ അല്ല, വെൻ ത്രൂ എന്ന് പറഞ്ഞാൽ നോക്കി പോവാണ്. ഓക്കെ അല്ലേ? ഹി വെൻ ത്രൂ ദ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നോക്കി ജസ്റ്റ് ലുക്ക് ഇങ്ങനെ നോക്കിപ്പോയി. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. ആ വീഡിയോ കണ്ടില്ല, ആ വീഡിയോ കാണാം, അതിലൊക്കെ ഇത് പറയുന്നുണ്ട്. റെഡി? ഹി കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ കണ്ടു അല്ലെ, സീ അല്ലെങ്കിൽ നമ്മൾ ഹി അപ്പിയർ ടു ബി എ എന്ന് പറയില്ലേ. അപ്പൊ ഹി അപ്പിയർ ടു ബി എ ഡീസെന്റ് മാൻ. അപ്പൊ ഞാൻ അലൻ സാറിനെ കാണുമ്പോൾ ഞാൻ പറയും ഹി അപ്പിയേഴ്സ് ടു ബി എ ഡീസെന്റ് മാൻ എന്ന് പറയുന്നതിനെ പറയും. എനിക്ക് വേണേൽ പറയാം കുറച്ചുകൂടി അടിപൊളിയായിട്ട്, ഹി കെയിം അക്രോസ് അല്ലെ, അലൻ സാർ കെയിം അക്രോസ് ആസ് എ ഡീസെന്റ് ഗൈ. അപ്പൊ കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു അപ്പിയർ ആസ്, അങ്ങനെ പോലെ ഒരു ഡീസെന്റ് ആയിട്ടുള്ള മനുഷ്യനെ പോലെ എനിക്ക് തോന്നി എന്ന് പറയുന്നവരെ എനിക്ക് പറയാം ഹി കെയിം അക്രോസ് ആസ് എ ഡീസെന്റ് ഗൈ. ഹി കെയിം അക്രോസ് ആസ് എ വെരി arrogant person. കെയിം അക്രോസ് എന്നാണ് അപ്പിയർ. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് കെയിം അക്രോസ് ഒരു സി എന്നുള്ള രീതിയിലാണ് അല്ലെ. വൈൽ ഡോക്ടർ ക്രോണിൻ വാസ് വാക്കിംഗ് ഓൺ ദ ട്രാക്ക് ഹി കെയിം അക്രോസ് ജസ്റ്റ് കണ്ടു എന്നുള്ള രീതിയിൽ, അല്ലാണ്ട് അതിനെ അയാളുടെ ആട്രിബ്യൂട്ടിനെ പറ്റിയിട്ട് ഡീസെന്റ് ആണോ ആറഗന്റ് ആണോ എന്നുള്ള ആട്രിബ്യൂട്ടിനെ പറ്റി സംസാരിക്കുന്നില്ല, പക്ഷെ കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ്. സോ നിങ്ങൾ നേരെ ഉപയോഗിക്കാം ഹി കെയിം അക്രോസ്. അപ്പം ഇവിടെ എ എന്നുള്ളടത്ത് നമുക്ക് എന്ത് ചെയ്യാം, കെയിം അക്രോസ്. അപ്പൊ എഴുതി വരുത്, സമയം വേസ്റ്റ് ചെയ്യണ്ട. എയില് കെയിം അക്രോസ് ആണ്. ദ മാൻ വാണ്ടഡ് ടു ഡാഷ് സംതിങ് ടു ക്രോണിൻ. എന്തോ പറയേണ്ട ആവശ്യമുണ്ടാവും. ടേൺഡ് അവേ അല്ല, എന്തായാലും വെൻ ത്രൂ. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ദ മാൻ വാണ്ടഡ് ടു പുട്ട് അക്രോസ് സംതിങ് ടു ക്രോൺ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പോൾ യൂസ് ചെയ്താൽ മതി, ഇനി നമ്മൾ ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ. യൂഷ്വലി ദ ഡോക്ടർ ഡസൻ ഡാഷ് ദ ഷിപ്പ് ബോർഡ് കോൺടാക്ട്സ്. യൂഷ്വലി ദ ഡോക്ടർ ഡസൻ എന്താണ്? ടേൺ അവേ ആയിരിക്കാം, വെൻ ത്രൂ ആയിരിക്കാം, പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് ചെയ്യാറില്ല അല്ലെ. ആ കഥ വായിച്ചവർക്ക് അറിയാം യൂഷ്വലി ഡോക്ടറിന് എന്താണ് ഇങ്ങനെ ഷിപ്പിൽ നിന്നുള്ള കോൺടാക്ട് സംസാരിക്കുന്നതിന് വലിയ താല്പര്യമില്ല, അപ്പൊ ടോളറേറ്റ് ചെയ്യാറില്ല എന്നായിരിക്കും. അപ്പൊ പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ടോളറേറ്റ് ആണ്. യൂഷ്വലി ഡോക്ടർ ഡസൻ ടോളറേറ്റ് ഷിപ്പ് ബോർഡ് കോൺടാക്ട്സ് ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കഥ അറിയണം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കഥയിൽ കുറച്ച് ഐഡിയ ഉണ്ടാവണം. അപ്പൊ കഥ വായിച്ചവരാണ് ഇത് ചെയ്യുന്ന വിചാരിക്കുന്നത്, കഥ വായിക്കാത്തവരാണ് കഥ വായിക്കണം എന്തായാലും പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പം ഹി ഡസൻ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു. സോ ഹി ഡെലിബറേറ്റ്ലി ഡാഷ് ഫ്രം ദി യങ് മാൻ. ഡെലിബറേറ്റ്ലി അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, തിരിഞ്ഞു നടന്നു. അതിനെന്താ പറയാ, വെൻ ത്രൂ എന്ന് പറഞ്ഞാൽ വെൻ ത്രൂ മൈ ഡോക്യുമെന്റ്സ് ആണ്, ഞാൻ ഗോ ത്രൂ ചെയ്യാം അല്ലെ. ഐ വിൽ ഗോ ത്രൂ യുവർ ആൻസർ ഷീറ്റ്സ് ടുഡേ എന്ന് ടീച്ചർ പറയും നിങ്ങളോട് അല്ലെ. ഞാൻ നോക്കാം നിന്റെ നോക്കാം. പക്ഷെ അതല്ല, ടേൺഡ് അവേ ആണ് അല്ലെ. സോ ഹി ഡെലിബറേറ്റ്ലി ടേൺഡ് അവേ ഫ്രം ദി യങ് മാൻ. തിരിഞ്ഞു നടന്നു എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, തിരിഞ്ഞിങ്ങനെ നടക്കണം എന്നില്ല. ബേസിക്കലി മനസ്സാൽ എന്താണ്, അയാളെ അവോയ്ഡ് ചെയ്തു. ടേൺഡ് അവേ ടു അവോയ്ഡ്. വെൻ ത്രൂ ടു look at. I will go through your answer sheets today. I will look at your answer sheets today. Okay, put across എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ആണ്, പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ആണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മിസ്റ്റർ ജോൺ ഡിസൈഡഡ് ടു ഡാഷ് ഹിസ് ബാഡ് ഹാബിറ്റ്സ് ദാറ്റ് റൂയിൻഡ്. ഡിസൈഡഡ് ടു എന്തായിരിക്കും? മിസ്റ്റർ ജോൺ. കഥ ആലോചിക്കാതെ കഥയിൽ എന്താ പറയുന്നത്, ചെക്കൻ എന്താണ് നിർത്തലാക്കാൻ തീരുമാനിച്ചു. അതെങ്ങനെ പറയാം, ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തലാക്കാം തന്നെ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഗിവ് അപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുത്തു, തോൽവി സംഭവിച്ചു. കം അക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ടു എന്താണ്, അപ്പിയർ ആസ് ആണ്. അപ്പൊ അതല്ല, എന്തായാലും ടേൺ ഡൗൺ.
ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ആണ്. ടു റിജക്ട് ഹിസ് ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കില്ല അല്ലെ, ടു ഗിവ് അപ്പ് എന്ന് തന്നെ ആയിരിക്കും, നിർത്തലാക്കാനാണ്. അപ്പം ഇവിടെ കൺഫ്യൂഷൻ വരാം, ടേൺ ഡൗൺ ആണോ ഇവിടെ വെക്കുന്നത്, ടേൺ ഡൗൺ ഹിസ് ബാഡ് ഹാബിറ്റ്സ് ആണോ? അല്ല, ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റിജക്ട് ചെയ്തു. ഓക്കെ, ഐ ടേൺ ഡൗൺ ഹിസ് ഓഫർ, ഞാൻ അവന്റെ ഓഫർ റിജക്ട് ചെയ്തു, ഞാൻ അത് സമ്മതിക്കില്ല. ലുക്ക് ആഫ്റ്റർ അല്ല, ഗെറ്റ് ഓൺ അല്ല. ഓക്കെ, അപ്പൊ എന്തായിരിക്കും, എന്തായാലും ഗിവ് അപ്പ് ആയിരിക്കും. സോ എ എന്ന് പറയുന്നത് ഗിവ് അപ്പ് ആണ്. മിസ്റ്റർ ജോൺ ഡിസൈഡ് ടു ഗിവ് അപ്പ് ഹിസ് ബാഡ് ഹാബിറ്റ്സ് ദാറ്റ് റൂയിൻഡ്. He and his wife have set up an organization to dash delinquent youth. ടു എന്താണ്, അവരെ ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ എന്തായിരിക്കും, ടു കം അക്രോസ് അല്ല, എന്നാണ് അപ്പിയർ അല്ല നോക്കുന്നത്. ടേൺ ഡൗൺ, റിഗ്രറ്റ് അല്ലെ, റിജക്ട് ഡെലിക്വന്റ് യൂത്ത് ആയിരിക്കില്ല, അവരെന്താണ് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ലുക്ക് ആഫ്റ്റർ മേക്ക് സെൻസ്, അത് കോമൺ സെൻസിക്കലാണ്, അത് ബൈ ഹാർട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ലുക്ക് ആഫ്റ്റർ, അവരെന്താണ് നോക്കി പരിപാലിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിൾ. നെക്സ്റ്റ്, ഹി ഡാഷ് ദി നെറേറ്റർ ഹു സേവ്ഡ് ഹിസ് ലൈഫ് ഇയേഴ്സ് അഗോ. ഹി ഡാഷ് ദി നെറേറ്റർ, എന്തായിരിക്കും, ഹി ഗെറ്റ് ഓൺ അല്ല, ഹി കെയിം അക്രോസ്. ബേസിക്കലി എന്താ സംഭവിച്ചത്, ആ കഥ അറിയുന്നവർക്ക് അറിയാം. മിസ്റ്റർ ജോൺ എന്താണ്, നമ്മുടെ ഓഥറായ AJ ക്രോണിനെ പിന്നീട് ഷിപ്പിൽ നിന്ന് കണ്ടുമുട്ടിന് പകരം വേറെ ഉപയോഗിക്കേണ്ട വാക്കാണ് അപ്പിയർ. അപ്പിയർ മാത്രമല്ല, സിയും അതിന്റെ ഒരു അർത്ഥമാണ് അല്ലെ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടു. അപ്പം ഹി സോ ദി നറേറ്ററിന് പകരം നമുക്ക് ഉപയോഗിക്കാം ഹി കെയിം അക്രോസ് ദി നറേറ്റർ, അതായത് നമ്മുടെ AJ ക്രോണിൻ. The narrator tried to dash, they started to dash better with each other. അപ്പൊ എന്തായിരിക്കും ഇവിടെ ഫില്ല് ചെയ്യുക? അപ്പൊ ആകെ രണ്ടെണ്ണം ബാക്കിയുള്ളൂ. ഏതൊക്കെ രണ്ടെണ്ണം? ഒന്ന് ടേൺ ഡൗൺ, പിന്നെ ഗെറ്റ് ഓൺ ഉള്ളൂ. ഏത് ഉപയോഗിക്കണം എന്ന് നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ഉപയോഗിച്ചുക. The narrator tried to turn down, they started to get on better with each other. അപ്പൊ അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കണം, ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചാൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ they started better with each other ഇവിടെ അല്ല വരുന്നത്, അത് ഇവിടെയാണ്. ബട്ട് ഫൈനലി they started to, അതാട്ടോ. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ഇനി അത് കൺഫ്യൂഷൻ മാറിയല്ലോ, ഈ സാധനം ഇവിടെയാണ് വരേണ്ടത്. ഇനി വായിച്ചു നോക്കാം. The narrator tried to dash his request in the beginning. അപ്പൊ AJ ക്രോണിൻ എന്താണ്, ഈ മനുഷ്യ മറ്റേ നമ്മുടെ ജോൺ എന്താണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അതിനെ മൈൻഡ് ചെയ്തില്ല. അതെന്താണ്, ടേൺ ഡൗൺ. ദ നറേറ്റർ ട്രൈ ടു റിജക്ട് ഹിസ് റിക്വസ്റ്റ്, അതായത് ടേൺ ഡൗൺ ഹിസ് റിക്വസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ വരേണ്ടത് എന്താണ്, ഡി എന്ന് പറഞ്ഞ പെട്ടിയിൽ വരേണ്ടത് കേട്ടോ. അപ്പൊ ഡി എന്ന് പറഞ്ഞ പെട്ടി ശരിക്കും പറഞ്ഞാൽ ഇവിടെയായിരുന്നു കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ആ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡിയിൽ വരേണ്ടത് എന്തായിരുന്നു, ടേൺ ഡൗൺ ആയിരുന്നു. Turn down request in the beginning, but finally they started to dash better with each other. Finally they started to get on. Okay, അവരെന്താണ്, അവർ തമ്മിൽ കമ്പനി ആയി. ബേസിക്കലി they started to get on. So അത് E എന്ന് പറയുന്നത് get on. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. മാത്രമല്ല, നിങ്ങൾ ഒന്ന് രണ്ട് ഫ്രേസൽ വേർബ്സിന്റെ അർത്ഥമൊക്കെ നിങ്ങൾ മിസ്സായെങ്കിൽ അതൊന്നും കൂടി എന്താണ്, നിങ്ങൾക്ക് പുതിയ ഫ്രേസൽ വേർബ്സ് ആണ് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓൾറെഡി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ അതൊന്നുകൂടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ അതൊന്നുകൂടി സ്ട്രോങ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഓരോ വീഡിയോ ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തം ട്രൈ ചെയ്തതിന് ശേഷം മാത്രം, അതിന് കമന്റ് ബോക്സിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ അതിന്റെ സൊല്യൂഷൻ നോക്കുക കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ വോക്ക് അപ്പ് വെൻ ഐ ഹേർഡ് എ ലൗഡ് ബാങ്ങിങ് ഓൺ ദ ഡോർ. ഓക്കെ, നല്ല കാര്യം. ഐ ഡാഷ് സം ക്ലോത്ത്സ് ആൻഡ് വെന്റ് ഡൗൺ സ്റ്റെയർസ്. ഞാൻ എടുത്തിട്ടു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഐ പുട്ട് ഓൺ ആയിരിക്കും അല്ലെ, ഐ പുട്ട് ഓൺ സം ക്ലോത്ത്സ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട്, ഐ പുട്ട് ഓൺ മൈ ജാക്കറ്റ് അല്ലെങ്കിൽ പുട്ട് ഓൺ മൈ ഷർട്ട് എന്ന് പറയുന്ന പോലെ. A sergeant of police was waiting for me outside. He dashed to the next apartment. He came across അല്ല, he turned up അല്ല, he set out. Set out എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടുക അല്ലെങ്കിൽ പോവുക. ഓക്കെ, he set, അപ്പോൾ sergeant of police was waiting for me outside. He dashed to the next, he set out to the next apartment. ഓക്കെ, അദ്ദേഹം ആ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. ഓക്കെ, when we dash in the apartment, we dash a terrible scene. when we അവിടെ എത്തിയപ്പോൾ നമ്മൾ അവിടെ ഒരു ടെറിബിൾ സീൻ കണ്ടു എന്നായിരിക്കും പറയുന്നത്. അപ്പൊ when we എന്തായിരിക്കും, turned up in the apartment. turned up എന്ന് പറഞ്ഞാൽ എന്താണ്, എത്തിച്ചേരുക. അപ്പൊ I turned up to my classroom, അല്ലെ turned up to at my school എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്, ഞാൻ അവിടെ എത്തിച്ചേർന്നു, ഞാൻ അവിടെ അപ്പിയർ ചെയ്തു അല്ലെ, അത് ഞാൻ അവിടെ എത്തിച്ചേർന്നു. അപ്പൊ when we turned up in the apartment, when we turned up എന്ന് പറഞ്ഞാൽ സി ആണ് വരിക. we came across a terrible scene, ഞങ്ങൾ ഒരു terrible scene കണ്ടു. അപ്പൊ came across സിമ്പിൾ ആയിട്ട് അവിടെ വരിക. ഇപ്പൊ ഇവിടെയൊക്കെ came acrossന്റെ അർത്ഥം അവർ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് സി, ഞങ്ങൾ കണ്ടു, came across കണ്ടു. പക്ഷെ came across മറ്റേ അർത്ഥം കൊണ്ട് എന്താണ്, അപ്പിയർ എന്നുള്ള അർത്ഥമുണ്ട്. അതായത് അലൻ സാർ came across as a decent person, അർച്ചന മിസ് came across as a very arrogant person എന്നൊക്കെ പറയുമ്പോൾ അർച്ചന മിസ് എനിക്ക് ഒരു ഭയങ്കര arrogant ആയിട്ടുള്ള ഒരാളെ പോലെ എനിക്ക് തോന്നി. ആ അർത്ഥത്തിലല്ല ഇവർ പറയുന്നത്. ഇവരുടെ അർത്ഥം I came across squirrel on my way to the office today. ഞാനൊരു സ്ക്വിരലിനെ, ഒരു അണ്ണാനെ കണ്ടു എന്നുള്ള അർത്ഥത്തിൽ ഇവർ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ മറ്റേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം.
ബാക്കിയൊക്കെ സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടുകയാണ്. ഐ സെറ്റ് ഔട്ട് മൈ സ്കൂൾ, ഐ ടേൺഡ് അപ്പ് അറ്റ് മൈ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിച്ചേർന്നു എന്നാണ്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടുക, ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേർന്നു. ഓക്കെ, ഞാൻ ടേൺഡ് അപ്പ് അറ്റ് മൈ ക്ലാസ് റൂം, ഞാൻ അവിടെ അപ്പിയർ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റനിലേക്ക് അപ്പൊ കുറെ ക്വസ്റ്റൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. Complete this. When the tiger jumped out of the cage, all the people were dashed by its unexpected behavior. അവര് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടാവില്ലേ, അവർ പേടിച്ച് സർപ്രൈസ്ഡ്. എന്താ പറയാ, മേക്ക് ഔട്ട് അല്ല, ഗിവ് അപ്പ് അല്ല, ഒബ്വിയസ്ലി ടേക്കൺ അബാക്ക്. ടേക്കൺ അബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോക്ക്ഡ് അല്ലെ സർപ്രൈസ്ഡ്. ഭയങ്കര ഐ വാസ് ടേക്കൺ അബാക്ക് ബൈ ഹിസ് വെരി റൂഡ് ബിഹേവിയർ. ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി അല്ലേ. അപ്പം എന്ത് ഉപയോഗിക്കാൻ പറ്റും, ടേക്കൺ അബാക്ക് ഉപയോഗിക്കാം. ബൈ ഇറ്റ്സ് അൺഎക്സ്പെക്ടഡ് ബിഹേവിയർ. അപ്പൊ സർപ്രൈസ് എന്നാണ് അതിന്റെ അർത്ഥം. മിസ്റ്റർ തോറാഡ് വാസ് അൺഏബിൾ ടു ഡാഷ് വാട്ട് വാസ് ഹാപ്പനിങ്. അൺഏബിൾ ടു മനസ്സിലാക്കൽ അല്ലെ, തോറാട്ടിന് മനസ്സിലാവുന്നില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത്. അതിനെന്താ പറയാ, മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ മിസ്റ്റർ തോറാഡ് വാസ് അൺഏബിൾ ടു മേക്ക് ഔട്ട്, ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഹാപ്പനിങ്. ദ ടൈഗർ ഡാഷ് ഡ്രാഗിങ് മിസ്റ്റർ തോറാഡ്. ടൈഗർ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ടൈഗർ ഗിവ് അപ്പ് ആണോ, അല്ല, വെന്റ് ഓൺ. കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള ആൻസർ ആണ്. ദ ടൈഗർ വെന്റ് ഓൺ ഡ്രാഗിങ് മിസ്റ്റർ തോറാഡ്, ബട്ട് ഹി വാസ് നോട്ട് റെഡി ടു ഡാഷ് ഹിസ് എഫേർട്സ്. പക്ഷെ തോറാഡ് എന്താണ്, അദ്ദേഹത്തിന്റെ എഫേർട്ടുകൾ എന്താണ്, ഗിവ് അപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല അല്ലെ, വിട്ടുകൊടുക്കാൻ റെഡി ആയിരുന്നില്ല. ഗിവ് അപ്പ് ചെയ്യാൻ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പരീക്ഷയിൽ വരാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ്. സത്യജിത് റേ ഡാഷ് ഫ്രം ഹിസ് ഹൗസ് ഏർലി മോർണിംഗ്. സെറ്റ് ഔട്ട് എന്നായിരിക്കും. സെറ്റ് ഔട്ട് ഉണ്ടോ, സെറ്റ് ഓഫ് എന്നാണല്ലോ. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. സെറ്റ് ഓഫ് എടുത്ത് ഉപയോഗിക്കാം. സെറ്റ് ഓഫ് ഫ്രം ഹിസ് ഹൗസ് ഏർലി മോർണിംഗ് ആൻഡ് ഡിസൈഡ് ടു ഡാഷ് ദ മാനേജർ ഓഫ് ഭാരത് സർക്കിൾ. വീഡിയോ പോസ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഡിസൈഡ് ടു വിസിറ്റ് എന്നായിരിക്കും അല്ലേ. ഡിസൈഡ് വിസിറ്റിന്റെ അർത്ഥം എന്താണ്, വിസിറ്റിന്റെ വേറൊരു ഫ്രേസൽ വെർബ് എന്താണ്, കോൾ ഓൺ. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഒരാളെ വിസിറ്റ് ചെയ്യുക. കോൾ ഓൺ ദി മാനേജർ ഓഫ് ദി, കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുകയല്ല, വിസിറ്റ് ചെയ്യാൻ കേട്ടോ. ദ മാനേജർ ഡാഷ്ഡ് മിസ്റ്റർ തോറാഡ്. അപ്പൊ മാനേജർ സെൻഡ് ഫോർ എന്നാണ്. മാനേജർ വിളിച്ചു. അപ്പൊ സെൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ പോയി എന്നല്ല, മെയിൽ സെൻഡ് ചെയ്തു എന്നല്ല. മെൻ ഫോർ എന്ന് പറഞ്ഞാൽ വിളിക്കുക അല്ലെ വിളിപ്പിക്കുക. ഓക്കെ, അപ്പം മാനേജർ മിസ്റ്റർ തോറാട്ടിനെ എന്താണ്, വിളിപ്പിച്ചു. ഓക്കെ, അപ്പൊ സെൻഡ് ഫോർ ദി എന്താണ്, ദ കിങ് സെൻഡ് ഫോർ ദി മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ കിങ് എന്താണ്, മിനിസ്റ്ററിനെ വിളിപ്പിച്ചു. ഇവിടെ വരാൻ പറഞ്ഞു, മിസ്റ്റർ തോര. റേ ഡാഷ് ഹിസ് ഐഡിയാസ് വിത്ത് ദ മാനേജർ. റേ പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെ. പുട്ട് അക്രോസ്, എക്സ്പ്രസ്, പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് അഥവാ എക്സ്പ്രസ്. ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഓൾറെഡി പഠിച്ചതിൽ ചോദിക്കുള്ളൂ, അല്ലാണ്ട് പുതിയ ഭയങ്കര സാധനങ്ങളൊന്നും വരാൻ പോകുന്നില്ല. എക്സ്പ്രസ്. ഡിസ്പൈറ്റ് ഹിസ് വറീസ് എവറിത്തിങ് ഡാഷ് വെൽ. എവറിത്തിങ് ടേൺഡ് ഔട്ട്. എവറിത്തിങ് ടേൺഡ് ഔട്ട് വെൽ. ഓക്കെ, കോമൺ സെൻസ് ആണ്, ടേൺഡ് ഔട്ട് വെൽ. ഓക്കെ, നേരത്തേതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എന്താണ്, നേരത്തെ ക്വസ്റ്റ്യനിൽ ടേൺ അപ്പ് എന്നാണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. ടേൺഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു. കോമൺ സെൻസിക്കലാണ്. കോമൺ സെൻസ് വെച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. അലീസ് പേരൻസ് കുഡ് നോട്ട് ഡാഷ് വിത്ത് ദ മണി. കുഡ് നോട്ട് ടേക്കൺ അബാക്ക് അല്ല, പുട്ട് ഓൺ അല്ല, മേക്ക് ഔട്ട് അല്ല, ഗെറ്റ് അലോങ്. അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ഗെറ്റ് അലോങ്. അപ്പൊ ഇതിനെ നമുക്ക് എ എന്ന് കൊടുക്കാം, ബി എന്ന് കൊടുക്കാം, സി എന്ന് കൊടുക്കാം, ഡി എന്ന് കൊടുക്കാം, ഇ എന്ന് കൊടുക്കാം. അപ്പൊ ഗെറ്റ് അലോങ് ആണ്. വേറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. കെയിം അക്രോസ് ഉപയോഗിക്കരുത്. കുഡ് നോട്ട് കെയിം അക്രോസ്, കുഡ് നോട്ട് സി അല്ല, കെയിം അക്രോസ് സി അളർത്ത്. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വിത്ത് ദ മണി അല്ല. കുഡ് നോട്ട് പുട്ട് ഓൺ, എടുത്തിടുക, കുഡ് നോട്ട് അല്ല. ടേക്കൺ അബാക്ക്, സർപ്രൈസ്, കുഡ് നോട്ട് സർപ്രൈസ് വിത്ത് ദ മണി അല്ല. അപ്പൊ എന്താണ്, തീർച്ചയായിട്ടും ഗെറ്റ് അലോങ് മേക്ക് സെൻസ്. അപ്പൊ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കാം. ബട്ട് അക്ബർ ഫെയിൽ ടു ഡാഷ് ദെയർ പോവർട്ടി. അക്ബർ എന്ന് പറഞ്ഞാൽ അലിയുടെ അക്ബർ എന്ന് പറഞ്ഞാൽ ഷോപ്പ് കീപ്പർ. ബട്ട് അക്ബർ ഫെയിൽ ടു ഡാഷ് ദെയർ പോവർട്ടി. അക്ബർ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും. അക്ബർ ഫെയിൽ ടു കെയിം അക്രോസ് അല്ല, മേക്ക് ഔട്ട് അല്ല, മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ് അതല്ലേ. അക്ബർ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം, മേക്ക് ഔട്ട് ഉപയോഗിക്കാം. സോ അക്ബർ ഫെയിൽ ടു മേക്ക് ഔട്ട്, അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, ദെയർ പോവർട്ടി. അലി ഡാഷ് എ ജങ്ക് കളക്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഷോപ്പ്. അലി കെയിം അക്രോസ്, ഒരു ജങ്ക് കളക്ടറിനെ കണ്ടിട്ടുണ്ടാവും. കെയിം അക്രോസ് junk collector in front of the shop. Ali was dashed when he realized. Ali was taken aback, surprised ആയിട്ടുണ്ടാവും അല്ലെ, taken aback. Next. Finally Zahra agreed to dash Ali's sneakers. Put across, put on, എടുത്തിടാം. ജാക്കറ്റ് പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ സ്നീക്കേഴ്സ് പുട്ട് ഓൺ. ഓക്കെ, അപ്പൊ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റന് ചിലപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ കൺഫ്യൂഷൻ വരാം. സാർ ഇത് ഇതാണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ള് എഴുതി നോക്കുക.
എന്നിട്ട് എല്ലാം ഏതാണ്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുള്ള് കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് സംശയമുണ്ട്, ഇവിടെ ഗെറ്റ് അലോങ് ആണോ വരേണ്ടത്, മേക്കൗട്ട് ആണോ വരേണ്ടത്, നിങ്ങൾ മേക്കൗട്ട് ഇട്ട് വെക്കാം. പക്ഷെ പിന്നീട് മൊത്തത്തിൽ എല്ലാത്തിനും തെറ്റുന്ന പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതിയത് തെറ്റായിരിക്കും. അപ്പം എല്ലാ അവസാന സെൻസ് ഉണ്ടാക്കണം, എന്നാൽ നിങ്ങളുടെ കറക്റ്റാണ്. ഒന്നും സെൻസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിൽ പ്രശ്നമുണ്ട്. നിങ്ങൾ മാറ്റി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ കുറച്ച് നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വലിയൊരു ചോദ്യമാണ്, നോക്കാം. റേ വാണ്ടഡ് ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പുട്ട് അക്രോസ് ഒക്കെ നമുക്ക് അറിയാടോ. 1 മിസ്റ്റർ തോരാട്ട് സ്റ്റാർട്ടഡ് ദി ജേർണി. സെറ്റ് ഓഫ് ഉപയോഗിക്കാം, സെറ്റ് ഔട്ട് ഉപയോഗിക്കാം. സെറ്റ് ഔട്ട് ഇവിടെ നിന്ന് ഉപയോഗിച്ചു. മിസ്റ്റർ തോരാട്ട് സ്റ്റാർട്ടഡ് set out to the shooting location in a lorry. Finally the tiger surrendered എന്താണ്? surrendered gave in എന്ന് പറഞ്ഞാൽ സറണ്ടർ ആട്ടോ. I gave in to the police. അപ്പൊ അറിയില്ലെങ്കിൽ ഓർത്ത് വെച്ചു, ഗേവ് ഇൻ എന്ന് പറഞ്ഞാൽ സറണ്ടർ ആണ്. അക്ബർ couldn't tolerate. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ സാർ ഇത് എനിക്ക് അറിയില്ലെങ്കിലോ, ബാക്കി ചെയ്തു പോവാ. ബാക്കി അറിയുന്നൊക്കെ ചെയ്ത് വെക്കുക, പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസിൽ വെച്ചിട്ടല്ലേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് കിട്ടിക്കോളൂ. അക്ബർ couldn't tolerate എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് അപ്പ് വിത്ത്, നമുക്കറിയാം പുട്ട് അപ്പ് വിത്ത്. അപ്പം അക്ബർ couldn't tolerate put up with. കാരണം ബൈഹാർട്ട് അല്ല, മനസ്സിൽ ഓൾറെഡി പഠിച്ചു വെച്ചതിന്റെ ഗുണം കണ്ടോ, നേരെ എടുത്ത് ഉപയോഗിക്കാം. അലി മെറ്റിന് പകരം കെയിം അക്രോസ് ഉപയോഗിക്കാം. അലി കെയിം അക്രോസ് 5 കണ്ടോ, ഇത് കണ്ടോ. നെക്സ്റ്റ്, അലീസ് ഫാദർ റിജക്റ്റഡ് എന്തായിരിക്കും? ഗിവ് അപ്പ് അല്ല, ടേൺ ഡൗൺ. എവിടെ ഉണ്ടാവും? എവിടെ പോയി? ടേൺ ഡൗൺ. അലീസ് ഫാദർ റിജക്റ്റഡ്, ടേൺ ഡൗൺ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക കേട്ടോ. ടേൺ ഡൗൺ ആണ് റിജക്റ്റഡ്. നെക്സ്റ്റ്, സത്യജിത്ത് വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ കോൾ ഓൺ. ഓക്കെ, കോൾ ഓൺ ഇവിടെ ഇല്ല, അപ്പൊ കോൾഡ് അറ്റ് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ കോൾഡ് അറ്റ്, കോൾ ഓൺ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അപ്പൊ നിങ്ങൾ അത് ഒരിക്കലും രണ്ടും കൂടി വന്നിട്ട് നിങ്ങളെ കൺഫ്യൂസ് ആക്കൂല. നിങ്ങൾ കോൾ ഓൺ വരും, അല്ലെങ്കിൽ കോൾ അറ്റ് എന്ന് വരും. ഓക്കെ, കോൾഡ് അറ്റ്. അപ്പൊ കോൾഡ് അറ്റ് എന്താണ്? സത്യജിത്ത് റേ കോൾഡ് അറ്റ് ഹോളിവുഡ് ടു ഗവൺമെന്റ്. നെക്സ്റ്റ്, വെൻ ദ കവർ സർപ്രൈസ്ഡ് the lorry was removed. The cover was removed. Lorry was surprised. The cover was removed ആണ് ഫ്രം. ഇത് റിമൂവിന് വരെ ഉപയോഗിക്കുക. റിമൂവിന് വരെ എന്താ ഉപയോഗിക്കുക? അത്ര ആലോചിച്ചാൽ മതി. ആ സെന്റൻസിൽ എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ എന്താണ്? വാസ് റിമൂവ്, ടേക്കൺ ഓഫ്. ഗോസ് ത്രൂ അല്ല, ഗോസ് ത്രൂ എന്നാണ്, ലുക്ക് അറ്റ് എന്നാണ്. ടേക്കൺ ഓഫ്, ഓൺലി ദാറ്റ് മേക്ക് സെൻസ്, കോമൺ സെൻസ് ആണ്. അപ്പൊ അതിൽ സെന്റൻസിൽ എന്തോ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക്, ഒരു സീക്വൻസിന്റെ അറേഞ്ച്മെന്റിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, അത് നോക്കണ്ട, അർത്ഥം റിപ്ലേസ് ചെയ്യാൻ മതി. സെഹ്റ റീഡ്സ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ദ ബുക്ക്. സെഹ്റ എന്തായിരിക്കും? 2 ഓപ്ഷൻ ബാക്കിയുള്ളൂ, ഗോസ് ത്രൂ ഉണ്ട്, പുട്ട് ഓൺ. പുട്ട് ഓൺ എന്തായാലും അല്ല, ഗോസ് ത്രൂ ആണ്. അപ്പൊ ഗോസ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ചെയ്യുക, ടു ലുക്ക് അറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലേ, ടീച്ചർ പറയും ഐ വിൽ ഗോ ത്രൂ യുവർ ആൻസർ ഷീറ്റ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ നിന്റെ ആൻസർ ഷീറ്റ് നോക്കാം, അങ്ങനെ വായിക്കാം എന്നാണ് അർത്ഥം. ഓക്കെ, 9. ഐ വിൽ വെയർ യുവർ സ്നീക്കേഴ്സ്, അതാണ് വെയർ, പുട്ട് ഓൺ. അപ്പൊ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, എന്നിട്ട് അറിയുന്ന മെത്തേഡ് എഴുതി വെച്ചിട്ട് അവസാനം ബാക്കി വരുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് കോമൺ സെൻസും കൂടി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഒരു ഫീൽ കിട്ടുന്നില്ലേ? ഇനി ഇതേപോലെ കുറെ ചോദ്യങ്ങൾ, 1 2 3 4 5 6 ചോദ്യങ്ങളും കൂടെ ഞാൻ പ്രാക്ടീസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ആൻസേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. അത് എവിടെയാണ് ഇതിന്റെ നോട്ട്സ് കിട്ടുക? നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി അതിന്റെ നോട്ട്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താ, ഞാൻ വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ സമയം തരാം. ടിഷ്യൂ 1 2 3 4 5 ആൻസേഴ്സും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. 6 ആൻസേഴ്സ്, താഴത്തെ ആൻസേഴ്സ് കാണുന്നുണ്ടാവും. ഓക്കെ, കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ അത് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് ക്ലാസ്സിന് ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല. ഇതിൽ കൂടുതൽ ഒന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എന്ത് ചെയ്യാൻ പോവാണ്. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം അവർക്കും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഓൾറെഡി എല്ലാം പഠിച്ചു എന്ന് വിചാരിച്ചിരുന്നിട്ട് പക്ഷേ ഇത് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യം? നാളത്തെ പരീക്ഷയിലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ഒക്കെ ചെയ്ത് എന്നെ അറിയിക്കുക. അതുകൂടാതെ ലൈക്കൊക്കെ ഒന്ന് അടിക്കുക. പിന്നെ ലൈവ് ക്ലാസ്സിൽ കയറി വന്നിരിക്കുക. ഓക്കെ, അപ്പൊ നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ ചെയ്യാനുള്ള, വേറെ ഒന്നും ചെയ്യാനില്ല. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലും മറ്റൊരു ലൈവ് ക്ലാസ്സിലും കാണാം.